എന്തിനാട്ടാ ആണി അടിക്കുന്നേ? പുതിയൊരു വീഡിയോയിലേക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവരും ഓടി വരൂ. അപ്പോൾ ഇന്ന് കുറച്ച് ചെടി നടിയിലും ചെടി പരിപാലനവും ഒക്കെയാണ് കേട്ടോ. മോണിറ്റോറിയം നടണം, താമര നടണം, മിറ്റമൊക്കെ വിട്ടിപ്പം മതിലേല. ആഹാ, കയറിൽ ആണി അടിക്കുന്നതോ? ഇതിവിടെ വെച്ചേക്കുന്നതുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാർക്കും കിട്ടുമല്ലേ പുഷ്പം. കയർ വെച്ച് ആണി അടിച്ചു കണ്ടോ. എങ്ങനെ പിടിപ്പിച്ചു എന്നിട്ട് എന്തുവാ ചേട്ടാ ഇങ്ങനെ ചുറ്റി പിന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി അവസാനം അതിൻ്റെ തലയെല്ലാം മുറിഞ്ഞു പോകുമെന്തോ. ഇങ്ങനെ ചുറ്റി സക്സസ് ആവുമല്ലോ അല്ലേ? ആവണം. ഇങ്ങനെ വെച്ചു, ഇങ്ങനെ അങ്ങോട്ട് കയറി പൊക്കോളും. അപ്പോൾ ഇനി ഒരു താമരയുടെ തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നടണം. അത് നടാൻ ഒരു പോട്ടോ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഈ കല്ല് കണ്ടു, അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ച് ദാ ഈ പോട്ട് വാങ്ങിച്ചു കേട്ടോ താമര നടാൻ. അപ്പോൾ താമര നടാനേ നമുക്ക് കുറച്ച് ചെളി വയലിലോട്ട് പോയി കോരി എടുത്തുകൊണ്ട് വരണമായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താമര ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ചീരയൊക്കെ അവിടെ തന്നെ നട്ടിട്ടുണ്ട്. താമര ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ആകുമ്പോൾ നല്ല വെയിൽ കിട്ടും. അപ്പോൾ അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെളി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇടണം. ഒരു ചേച്ചി തന്നതാട്ടോ ഈ താമരയുടെ തൈയെ. കുറേ ദിവസം കൊണ്ട് ആ ചേച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇന്ന് ആ ചേച്ചിയുടെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇത് ഇന്നത്തെ സന്തോഷം ഇതാണ് കേട്ടോ, ചെടികളുടെ പരിപാലനം. ഇവിടെ മതിലിനോട് ചേർന്നിട്ടൊരു പൈപ്പുണ്ട് കേട്ടോ. അപ്പം ഇവിടെ തന്നെ ചെടി ചട്ടികളൊക്കെ വെക്കാൻ എപ്പോഴും ചേട്ടൻ പറയും കേട്ടോ. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പെട്ടെന്ന് വെള്ളം പിടിച്ചൊഴിക്കാമല്ലോ, അതിൻ്റെ സൗകര്യത്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ചെടികളൊക്കെ. ചെടി ചട്ടിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. താമരയും ഇവിടെ തന്നെ വെക്കാം. ഇവിടെ ഇപ്പം 3 ലെയർ കയറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ചെടി നമുക്ക് അവിടെ പടർത്താം. അപ്പോഴാണതേ ഇതിനകത്തെല്ലാം പുല്ല് കിളിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം പറിച്ച് കളഞ്ഞു. എല്ലാ ചട്ടിയിലും പുല്ല് നല്ലോണം കിളിച്ചിട്ടുണ്ട്. ചെമ്പരത്തിയാണ് അതിൽ നട്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഞാനൊരു ചീരയും കൂടെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല 1-2 ചീര അതിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ രാവിലെ ചായയൊക്കെ ഇട്ടപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ചായയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ കയറി ഇരിക്കാതെ, അകത്തിരിക്കാതെ വരൂ, നമുക്ക് ചെടികളൊക്കെ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് മുറ്റത്തോട്ട് വന്നു കേട്ടോ. അപ്പോൾ അതാ ഇവരൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. 2 കളർ റോസാണ് കേട്ടോ. ഇത് നമ്മൾ എവിടുന്നാണ്, കുഴിപ്പള്ളത്തു നിന്ന് വാങ്ങിച്ചതാണെന്നാണ് തോന്നുന്നത് കേട്ടോ എന്നാൾ. അപ്പോൾ ഇവരെയൊക്കെ കണ്ടു. അങ്ങനെ പൂ പോലെ സുന്ദരമായ ചില മനുഷ്യരും ഉണ്ടല്ലേ. കാലം എത്ര കടന്നു പോയാലും മനസ്സിൽ മായാതെ നിൽക്കുന്ന, നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിലൊരാൾ പ്രിയപ്പെട്ട ജിൻസി ചേച്ചി, എല്ലാവരുടെയും അമ്മക്കിളി. ഒരുപാട് വർഷം മുന്നേ അറിയാവുന്ന ചേച്ചി. എനിക്ക് എന്നോടടുപ്പം എന്നുള്ളതിനേക്കാൾ എൻ്റെ അമ്മയോട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് പറയാൻ പറ്റാത്ത അത്രയും തീവ്രമായ ബന്ധമുണ്ടായിരുന്ന ചേച്ചി. ആ കഥകളൊക്കെ ഇന്നലെ വിളിച്ചപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയുമായിട്ട് എവിടെല്ലാം പോയിരിക്കുന്നു, എത്ര സ്നേഹമായിരുന്നു എന്നൊക്കെ ഇന്നലെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു. ഓർമ്മകൾക്കൊക്കെ സങ്കടവും അതേപോലെ തന്നെ സന്തോഷവും അല്ലേ. ഓർമ്മകൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരേ സമയം കരയിപ്പിക്കുകയും ഒരേ സമയം ചിരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും സന്തോഷം. കുറേ നാളിന് ശേഷം ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്ന ജീവിതം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് എന്താ പറയുക,
അങ്ങനെ ഒരു വ്യക്തിത്വം, എന്തായാലും ശക്തമായൊരു വ്യക്തിത്വത്തിനുടമ. വളരെ സന്തോഷം. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്കിടയിൽ ഇതൊരു വലിയ സന്തോഷം. അപ്പോൾ ദാ നമ്മുടെ ചീരയൊക്കെ ഇത്രയായിട്ടുണ്ട് കേട്ടോ, മുറിക്കാറായി. നമുക്ക് കുറച്ച് ചീരയൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ചീരയൊക്കെ നടാൻ ഉദ്ദേശിക്കുന്നവർ ഓടിച്ചാടിപ്പോയി ചീരയൊക്കെ പാകി നട്ട് റെഡിയാക്കി പരിപാലിച്ചൊക്കെ എടുത്തോ, മടി പിടിച്ചിരിക്കാതെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പിന്നെ എന്താണ്, ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി കാണാം.